ഡൊണാൾഡ് ട്രംപിന്റെ പകരം തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവ്. 5 വർഷത്തിനിടെ ഇതാദ്യമായാണ് വാൾസ്ട്രീറ്റിനെ നടുക്കിയുള്ള ഇടിവ്. ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിക്കണമെന്നാണ് വാൾസ്ട്രീറ്റിനോട് വൈറ്റ് ഹൌസിന്റെ ആഹ്വാനം. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഈവനിങ് ആണല്ലോ. അപ്പോൾ 1929 ആരംഭിച്ച ഒരു മഹാമാന്ദ്യത്തെക്കുറിച്ച് നമുക്കറിയാം. ആ മഹാമാന്ദ്യത്തിന് തുടക്കമിട്ടത് ഈ വാൾസ്ട്രീറ്റിലായിരുന്നു. അതുപോലെ തന്നെ വാൾസ്ട്രീറ്റ് എന്ന് പറയുന്നത് ലോക സാമ്പത്തിക വിപണിയുടെ ഒരു സ്ഥിരാകേന്ദ്രമെന്ന നിലയിൽ അവിടുത്തെ ഓരോ സ്പന്ദനവും ലോക വിപണിയെ തന്നെ ബാധിക്കും. പക്ഷേ ട്രംപിനെ വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. സാമ്പത്തിക ലോകം എത്രത്തോളം ട്രംപിനെ വിശ്വാസ്യതയിലെടുക്കും? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ക്രിസ്റ്റീന, ഈ 24 മണിക്കൂർ പിന്നിടുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപകമായ വിപുലമായ ഈ തീരുവ പ്രഖ്യാപിച്ച് പിന്നിടുമ്പോൾ ഓഹരി വിപണി അമേരിക്കയിൽ ഇടിയുന്ന വാർത്തകളാണ് നമ്മളെ തേടി ഈ പ്രഭാതത്തിൽ എത്തുന്നത്. ഡൗ ജോൺസ് സൂചിക 1679 പോയിന്റ് താഴേക്കാണ് പതിച്ചത്. അതുപോലെ നാസ്ഡാക്ക് 5.97%, S&P 500 സൂചികൾക്ക് 4.84% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആപ്പിളും രക്ഷപ്പെട്ടിട്ടില്ല. ആപ്പിളിന്റെ വിപണി മൂല്യത്തിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. $310 ബില്യൺ ആപ്പിളിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവ്. 5 വർഷത്തെ ഏറ്റവും വലിയ പതനമാണ് ഇത്. ക്രൂഡ് ഓയിൽ മുതൽ അതുപോലെ ബിഗ് ടെക് കമ്പനി ഓഹരികൾ, മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾക്കെതിരെ US ഡോളറിന്റെ മൂല്യം എല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അടുത്തിടെ റെക്കോർഡുകൾ സൃഷ്ടിച്ച സ്വർണം പോലും ഈ ബഹളത്തിൽ ഇടിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് വരുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഡൊണാൾഡ് ട്രംപ് വൻതോതിൽ തീരുവ ചുമത്തിയത് ഈ പുതിയ നയം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന ഒരു ആശങ്കകൾ ഉണ്ടായതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ഈ ഓഹരി വിപണി ഇടിയാൻ കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് കുലുക്കമില്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരു ശസ്ത്രക്രിയ നടന്നിരിക്കുകയാണ്, അതുകൊണ്ട് അതിന്റെ സമയമെടുക്കുമെന്നുള്ള സൂചനകളാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. വാൾസ്ട്രീറ്റിലുള്ള എല്ലാവരും പ്രസിഡന്റ് ട്രംപിൽ വിശ്വസിക്കണമെന്നാണ് CNN നൽകിയ ഒരു അഭിമുഖത്തിൽ ട്രംപിന്റെ വിശ്വസ്തയും അതുപോലെ സ്പോക്ക് പേഴ്സണുമായ കാരലിൻ ലിവിറ്റ് പറഞ്ഞത്. ആദ്യ ടേമിൽ ട്രംപ് തെളിയിച്ച സാമ്പത്തിക ഫോർമുല ഇപ്പോൾ ഇരട്ടിയാക്കുന്ന ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് അവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റ്യന, ശരി. ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ നയം അത് ലോക സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ പറയുമ്പോൾ ട്രംപ് അടക്കമുള്ളവർ അതിനെ നിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു വലിയ സർജറിയാണ് ഇപ്പോൾ താൻ നടത്തിയിരിക്കുന്നത്. ആ സർജറിക്ക് ശേഷം എന്ത് സംഭവിക്കും, അത് പോസിറ്റീവ് ആയിരിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ ശസ്ത്രക്രിയ വിജയമായിരുന്നു, പക്ഷേ രോഗി മരിച്ചുപോയി എന്ന ഒരു റിസൾട്ട് വരുമോ നമുക്കറിയില്ല. നോക്കി കാണേണ്ടിയിരിക്കുന്നു.